റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ സാധനമാണ്, ജെന്യൂൻ സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ സാധനം ഇതിന് വന്നിട്ട് 2667. ഇത് റൈറ്റ് സൈഡിൽ വരുന്ന റൈസറാണ്. അതിനാണ് ഇത്ര. റൈറ്റ് സൈഡിൽ പറഞ്ഞാൽ മിക്ക സാധനത്തിനും ഭയങ്കര വിലയാണ്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ ആ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ മാക്സിമം കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വേണ്ടി പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ മോഡിഫിക്കേഷന് വേണ്ടി ഒരു സംഭവം ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ സംഭവം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വണ്ടിയുടെ ഒരു മാരക സംഭവം കാണിക്കാൻ പോവുകയാണ്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലോട്ട് പോകും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ വണ്ടിയുടെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ GTയുടെ ഹാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും വയ്ക്കുന്നത് കാണിക്കില്ല, കാരണം ഒരു സംഭവം വരാറുണ്ട്, അതുകൊണ്ട് വയ്ക്കുന്ന കാണിക്കാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെ സാധനം വാങ്ങിച്ചു, എത്ര രൂപ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസെപ്റ്ററോ എന്ത് വണ്ടി ഉണ്ടെങ്കിലും GTയുടെ ഹാൻഡിൽ, എന്ത് വണ്ടിയല്ല, GTയുടെ ഇൻട്രസെപ്റ്റർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ GTയുടെ ഹാൻഡിൽ സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നും അത് എത്ര രൂപയാകുമെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ചാനൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലൈക്ക്, അതിൻ്റെ താഴെ ഉണ്ട്, ലൈക്കൊന്നും അടിക്കുക. ലൈക്ക് അടിച്ചിട്ട് തന്നെ വീഡിയോ ആണ്. നമുക്ക് എന്തായാലും എന്തൊക്കെ സാധനം വാങ്ങിച്ചെന്ന് കാണാം. അപ്പോൾ ഈ ഒരു ലുക്കിൽ നിന്ന് നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾ കണ്ടോ, ഞാനും മിസ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലുക്ക് ഞാൻ മിസ് ചെയ്യുന്നു. കുഴപ്പമില്ല, ഞാൻ എന്തായാലും വച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും മാറ്റും, വീണ്ടും വയ്ക്കും. ഇതാണ് എൻ്റെ പരിപാടി. അപ്പോൾ എന്തൊക്കെ സംഭവം വാങ്ങിച്ചൊന്നും കാണിച്ചില്ല. എല്ലാ റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ സാധനമാണ്, ജെന്യൂൻ സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഹാൻഡ് ഗ്രിപ്പ്, നമ്മളെ ഗ്രിപ്പ് ഉണ്ടല്ലോ, ഈ സംഭവം ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 58 രൂപയാണ്. കാരണം ഈ ഒരു ഹാൻഡിൽ മാറ്റുമ്പം നമുക്ക് ഈ ഗ്രിപ്പൊന്നും ഊരേണ്ട ആവശ്യമില്ല. പുതിയ ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ എടുത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ വേറെ ഗ്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. 58 രൂപ ആയിട്ടുള്ളൂ. അതൊരെണ്ണം. പിന്നെ ഈ ഹാൻഡിലിനകത്ത് പറഞ്ഞൊരു സംഭവമാണ്. ഇത് എന്ന് വെച്ചാൽ ഈ ഇവിടെ ഒരു ബാർ പൈപ്പ് വരുമല്ലോ, ആ പൈപ്പിൻ്റെ അകത്ത് പറഞ്ഞാണ് 86 രൂപ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലുള്ള സംഭവമാണ്, ഇതിന് 86 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് സാധനത്തിൻ്റെ വില. ഇത് ലെഫ്റ്റിലുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇതിനാണ് ഒടുക്കത്തെ വില. ഇത് വന്നിട്ട് എന്താ പറയുക, ഇതിന് പേര് വന്നിട്ട്, ഇതൊക്കെ ഞാൻ വയ്ക്കുമ്പോൾ കറക്റ്റ് പേര് പറഞ്ഞത് ഹാൻഡിൽ റൈസറോ അങ്ങനെയാണ് എൻ്റെ ഇടപെടൽ. ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഇവിടെ വയ്ക്കുന്നതാണ്, എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണതാണ്. അപ്പം അതിന് വന്നിട്ട് 1999 രൂപ ലെഫ്റ്റ് സൈഡ് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിന് വില കുറവാണ്, റൈറ്റ് സൈഡിന് വില കൂടുതലാണ്. ഇത് നമ്മൾ ആക്സിലേറ്ററിൻ്റെ ഇവിടുത്തെ ഗ്രിപ്പും ആക്സിലേറ്ററിൻ്റെ ആ ഒരു സംഭവം വരണുണ്ട്, എന്ന് വെച്ചാൽ അത് കറങ്ങുന്ന സംഭവം. അത് 76 രൂപ ആയിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വില പറഞ്ഞത്. പിന്നെ നമ്മളുടെ പൈപ്പ്, ഇതിൻ്റെ അകത്ത് പറഞ്ഞ പൈപ്പ്, ഇതിൻ്റെ പേര് എന്താ പറയുക, ഹാൻഡിൽ ബാർ ട്യൂബ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ 240 രൂപയാണ് ഒരു സൈഡ്. ഇത് രണ്ട് സൈഡും സെയിം വില തന്നെ നോക്കും. ഇതിന് 240 240 രൂപ. പിന്നെ ഈ സാധനം ഇതിന് വന്നിട്ട് 2667. ഇത് റൈറ്റ് സൈഡിൽ വരുന്ന റൈസറാണ്. അതിനാണ് ഇത്ര. റൈറ്റ് സൈഡിൽ പറഞ്ഞാൽ മിക്ക സാധനത്തിനും ഭയങ്കര വിലയാണ്. അത് കാരണം റൈറ്റ് സൈഡിലോട്ടല്ല എപ്പോഴും വണ്ടി വീഴുന്നു, അതുകൊണ്ട് അവർ എല്ലാ വില കൂട്ടിയാണ് വയ്ക്കുന്നത്. അപ്പം ഇതാണ് ഹാൻഡിൽ ബാർ റൈസർ. അപ്പോൾ 2667 രൂപ ആയിട്ടുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ ഇത് വയ്ക്കുന്നതൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും സെറ്റ് ചെയ്യാം. ഒരു സാധനം കൂടെ വരാറുണ്ട്. പിന്നെ ഒരു കവറിൽ എന്തോ 2 ചെറിയ ക്ലിപ്പുണ്ട്. ഇതവിടെ വയ്ക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കടയിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അറിയായിരിക്കും. ഇതവിടെ എന്തോ അറിയില്ല, എവിടെയെങ്കിലും വയ്ക്കുമായിരിക്കും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ GTയുടെ ഹാൻഡിലിന് സെറ്റ് ചെയ്യാൻ വാങ്ങിച്ചത്. ഇനി വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, 2 ബുഷ് എന്തോണ്. അപ്പോൾ അത് വന്നാലേ ഇത് ഊരിയിട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നത് പുറകെ വയ്ക്കാം. ഈ ഒരു സംഭവം മാറ്റമല്ല, ഈ ഒരു സംഭവത്തിന് 2000 രൂപ. എന്ന് വെച്ചാൽ ഈ ഒരു പാനലല്ല, ഇതിനെന്തൊരു പേര് പറയും. അപ്പോൾ ഇത് GTയിലായി കഴിഞ്ഞാൽ ഇത് 2000 രൂപയാണ്. നമുക്ക് കുഴപ്പമില്ല. ഈ ഒരു 2 സംഭവം ഊരേണ്ട പ്രശ്നമേ ഉള്ളൂ. ഊരിക്കഴിഞ്ഞാൽ ഈ ഒരു 2 ക്ലിപ്പ് ഇങ്ങനെ നിൽക്കും. അത് നമുക്ക് 2 ബോൾട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയോടൊക്കെ മാറും. അപ്പോൾ നമുക്ക് മാക്സിമം നല്ല കിടിലായിട്ട് ലുക്കിൽ തന്നെ സെറ്റ് ചെയ്യണമെന്നാണുള്ളത്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് വിചാരിക്കും. ഈ സംഭവം വാങ്ങിച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി. അപ്പം വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ എന്ത് അപ്ഡേറ്റാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ GTയുടെ ഹാൻഡിൽ സെറ്റാക്കാൻ പോവാണ്. ഈ ലുക്കിൽ നിന്ന് മാറി GTയുടെ ലുക്കിലോട്ടാകുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ രസമായിരിക്കില്ലേ. പക്ഷേ എല്ലാം കൂടെ ഏകദേശം 5600 രൂപ, 5666 രൂപ ആയിട്ടുണ്ട്. ഇത്രയും സാധനം വാങ്ങിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന 2 ക്ലിപ്പിൻ്റെ പൈസയും കൂടെ കൊടുത്തിട്ടാണ് 5666 രൂപ ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ 2 പാനലും കൂടെ വാങ്ങണമെങ്കിൽ, പാനലല്ല, ഈ ഒരു സംഭവം കൂടെ വാങ്ങണമെങ്കിൽ 7666 രൂപ. അപ്പോൾ ടോട്ടലി നിങ്ങൾക്കൊരു GTയിലോട്ട് ഹാൻഡിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 7000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റാക്കാം. ഈ പാനൽ മാറ്റായിരുന്ന 5600 രൂപയ്ക്ക് നിങ്ങൾക്ക് റെഡിയാക്കി കൊണ്ടുവരാം. പിന്നെ ഇനി വയ്ക്കണതിനൊക്കെ എത്ര ചിലവെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു ലുക്കിൽ നിന്ന് മാറി ഇനി GTയുടെ ലുക്കിലോട്ടാക്കുമ്പോൾ വേറൊരു മാരക ലുക്കായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുന്നവരൊക്കെ മാക്സിമം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കവറിലാക്കിയിട്ടുണ്ട്. ഇത് സേഫ് ആയിട്ടുണ്ട്, റൂമിൽ വയ്ക്കാം. കാരണം ഇതിന് ആ സംഭവം വന്നിട്ട് ഇത് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും കളയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രാക്ക് പാഡൊക്കെ മാറി, ബ്രാക്ക് പാഡ് മാറി. പക്ഷേ ഫ്രണ്ട് തീർന്നെന്നോണം പറയും. അപ്പോൾ അത് ഉടനെ തന്നെ മാറ്റണം. അതിൻ്റെ ഇടയിലാണ്, കാണുന്നുണ്ടോ എന്നറിയില്ല, കാണാമോ?
അത് അതിൻ്റെ ഇടയിലാണ്. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമല്ല, ജസ്റ്റ് ബാക്കിൽ എവിടെയൊക്കെയോ ചെറിയതാണ്ട് ഇവിടെ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ടോ, അപ്പോൾ അതൊക്കെ ടച്ച് ചെയ്യണം. പിന്നെ MC-യിൽ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ടച്ച് ചെയ്ത് ചെറിയ പരിപാടി. പിന്നെ വണ്ടി ഒന്ന് കഴുകണം, ഇന്നെന്തായാലും കഴിവില്ല, നല്ല മഴക്കോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോഴൊന്നും കഴിവാനില്ല. ഇന്നെന്തായാലും വണ്ടി ഓടിയിട്ട് നൈസായിട്ട് എവിടെയും കൊണ്ടുവച്ച് പിന്നെ കഴുകാം. എന്തായാലും 2 ദിവസം മുമ്പ് കഴിയതാണ്, എന്നിട്ട് ഇത്ര ക്ലിയർ എന്തായാലും കഴിവാം. വേറെ പരിപാടിയൊന്നുമില്ല, മഴയായിട്ട് ഇപ്പോൾ കഴിയിട്ട് കാര്യമില്ല. നമ്മൾ ലോക്കൊക്കെ കണ്ടിരിക്കുന്നത് ഫുൾ ചെളിയായി, എല്ലാം ചെളിയായിട്ട് അടിപൊളിയായിട്ടിരിപ്പുണ്ട്. പിന്നെ പറയാമെന്ന് വെച്ചാൽ നമ്മളുടെ സീറ്റ് കസ്റ്റം ചെയ്യണ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീറ്റല്ല, നമ്മളെ സെയിം കസ്റ്റം സ്റ്റോക്ക് സീറ്റ് നമ്മളെ ഇരിപ്പുണ്ട്, ഇതേ സെയിം സാധനം. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ടി കുറച്ച് ഈ ഒരു ലെവലിൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ തീരെ ബാക്ക് പോകാതെ ഇവിടെ സെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ പ്ലാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്കതും സെറ്റാക്കാം. നിങ്ങളതിനെ മാക്സിമം കമൻറ്റ് ചെയ്യും കേട്ടോ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാക്കാമല്ലോ. പിന്നെ നമുക്ക് കൂളിംഗ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു, ഒരു മഞ്ഞ കൂളിംഗ് ഒക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി, അതൊക്കെയാണ് വണ്ടിയുടെ പരിപാടിയായിട്ട് ഓരോന്ന് നടക്കണേ. അപ്പം നിങ്ങൾക്ക് ട്രിപ്പ് പോണ വീഡിയോ ഒക്കെ കാണിച്ചു തരണമെന്നുണ്ട്. പിന്നെ ഇപ്പം മഴയൊക്കെ ഉണ്ട്, ലോങ് ഒന്നും അധികം പോകാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ ആ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നിങ്ങൾ മാക്സിമം കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്, അപ്പം നിങ്ങളതൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെറ്റാവും. അപ്പം പിന്നെ പറയാമെന്ന് വെച്ചാൽ എന്താ, പിന്നെ പറയാമെന്ന് വെച്ചാൽ ഈ വണ്ടി കുറേ സംഭവങ്ങൾ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ ഈ സംഭവം ഇതിൻ്റെ സസ്പെൻഷൻ പ്രീലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടുക ഹൈറ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ ഈ സംഭവം കണ്ടോ, നല്ല പൈസയാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ. ഇതൊക്കെ ചെയ്താണ് എനിക്ക് സംഭവം കിട്ടിയത്. പിന്നെ എൻ്റെ ഹാൻഡിൽ റൈസറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. കാരണം ഈസി ക്ലച്ച് ആക്കണമുണ്ട്, ക്ലച്ചിൻ്റെ കേബിൾ അത്ര നീളമല്ല, അതുകൊണ്ട് ഹാൻഡിൽ റൈസർ ഊരിയേ പറ്റും. അതുകൊണ്ട് ഹാൻഡിൽ റൈസറൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വൈസർ ഉണ്ടായിരുന്നു, ഞാൻ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ വൈസർ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ കുറേ സംഭവങ്ങൾ ഇതിൽ കിട്ടി. പിന്നെ ഈ സംഭവത്തിനൊക്കെ നല്ല വിലയുണ്ട്, 1000 എത്ര രൂപയാണ് ഇതിൻ്റെ വില. ഇതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈസി ക്ലച്ചിന് 3000 വരുന്നുള്ളൂ, അത് അതിൽ കൂടെ കിട്ടിയാണ്. അങ്ങനെ കുറേ സംഭവം എനിക്ക് വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടി. പിന്നെ ഇനി ടയർ മാറണ, ഫ്രണ്ടൊന്നും കുഴപ്പമില്ല, ഫ്രണ്ടൊക്കെ നല്ല ഗ്രിപ്പുണ്ട്. പക്ഷെ ബാക്ക് ടയർ തീർന്നെന്നോണം പറയാം. ഇനി ഒരു 500-600 എങ്ങനെയെങ്കിലുമൊക്കെ ഓട്ടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഉണ്ടോ, തീരെ ഇല്ലാണ്ടോ, ഇവിടെയൊക്കെ തീർന്നു. ഇവിടുത്തെ ഒരു കണക്ഷൻ തീരെ കറക്കി എടുക്കാനും പറ്റില്ല, എന്നാൽ റിസ്ക് വേണം, ആ പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ ജനറൽ സർവീസ് പോലെ 18,000-19,000 ആകുമ്പോൾ അതും ചെയ്യണം. അപ്പം അതൊക്കെ നമുക്ക് വരികയെ കാണിക്കാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജീറ്റിൻ്റെ ഹാൻഡിൽ സെറ്റാക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു കൂളിംഗ് കൂടെ സെറ്റാക്കും. കൂളിംഗ് ഒരു മഞ്ഞ അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു മനസ്സിൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് പറ, ഇതിലിങ്ങനെ മഞ്ഞ വന്നാൽ എങ്ങനെയായിരിക്കും, അപ്പോൾ നിങ്ങളൊന്ന് അതും കൂടെ കമൻറ്റ്. പിന്നെ പറയുന്നത് വെച്ചാൽ എന്താ, പിന്നെ ഇത്രയും സംഭവം വാങ്ങിച്ചത് തന്നെ എൻ്റെ പോക്കറ്റ് കയറി. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും വാങ്ങിക്കാൻ പോയില്ല. ഇനി എയർ ഫിൽറ്റർ വാങ്ങിക്കണം, സാധാ സ്റ്റോക്ക് എയർ ഫിൽറ്റർ വാങ്ങണം. കാരണം ഇത് 7000 കിലോമീറ്റർ ആയിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റണമെന്നുണ്ട്. അത് മാറ്റിയില്ലെങ്കിൽ മൈലേജിന് ചെറിയ കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ആക്കി നോക്കാം. ഇപ്പോൾ 7200 കിലോമീറ്ററായി ഞാൻ ചേഞ്ച് ആക്കിയിട്ട്, അപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കി വെക്കാം. പിന്നെ ഈ പ്ലഗിൽ ഒരു സംഭവം വാങ്ങിച്ച് വെക്കണം, ഒരു അഡാപ്റ്റർ പോലെ, എന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെയും വെക്കണം, അപ്പുറത്തും വെക്കണം. അതിന് 300 രൂപയാവും. പിന്നെ ഈ ഒരു സംഭവം വാങ്ങിക്കണം, ഇതിനും 180, 360 രൂപയാവും. അപ്പം അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും മാറ്റാത്തത്. ഇതൊക്കെ പിന്നെയും മാറ്റാമല്ലോ, അതുകൊണ്ടാണ് മാറ്റാത്തത്. ഇത് ഇവിടെ കുഴപ്പമില്ല, അപ്പുറത്തത് കുറച്ച് തേഞ്ഞു പോയി ഉണ്ടോ, കുറച്ചൊരു ഇതൊക്കെ വന്നു. അപ്പോൾ പുതിയ ഹാൻഡിൽ വയ്ക്കുമ്പോൾ അതൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഹാൻഡിൽ വയ്ക്കുന്ന സമയത്ത് നമുക്കത് സെറ്റാക്കാം. ഈ പ്ലഗും ഇവിടുത്തെ സംഭവമില്ല, ഇതും മാറ്റണം. അതുമാണ് രണ്ടും കൂടെ 300 രൂപ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും പരിപാടിയാണ്, വെള്ളം ഇറങ്ങാതിരിക്കാൻ ഇതിലൊരു റബ്ബർ ബുഷുണ്ട്, അതും കൂടെ വാങ്ങിച്ചിടണം. അത് എത്ര രൂപയെന്ന് പറഞ്ഞാൽ അത് അന്വേഷിച്ച് നോക്കണം. അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല, വേറെ അങ്ങനെ എക്സ്ട്രാ ചെയ്യാനായിട്ടൊന്നുമില്ല. ഇത്രയും തന്നെയാണ് വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സെറ്റായി. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ പ്രശ്നമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങുന്ന പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാലും പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ പ്രശ്നമാണ്. പിന്നെ ടാങ്കാണ് മെയിൻ പ്രശ്നം, അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. ഇതിലും വെള്ളം ഒഴിക്കണം, ഇതിലും ഇതിടണം. പിന്നെ എന്താ പറഞ്ഞാൽ ഈ സംഭവം ഇത് വാങ്ങണം. ഇതിന് ഒറിജിനൽ മറ്റേ റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ പറഞ്ഞതിന് 1200 രൂപ എന്താണ് പറഞ്ഞത്, സൈറ്റിൽ കിടപ്പുണ്ട് അതിൻ്റെ. പക്ഷെ അത്രയുള്ള ബഡ്ജറ്റൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ നമുക്ക് പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ ക്യാഷ് കിട്ടുമ്പോൾ നമുക്ക് സെറ്റാക്കി ഇടാം. പിന്നെ നമുക്ക് MC-യും ചേഞ്ച് ആക്കാറുണ്ട്. ഫ്രണ്ട് MC-ക്ക് കുഴപ്പമില്ല, നമ്മൾ കിറ്റ് മാറ്റിയതാണ്. MC കിറ്റ് മാറ്റി സെറ്റാക്കി വെച്ചൊക്കെയാണ്. ഇപ്പം ഡിസ്ക് പാഡ് മാറണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ അപ്ഡേറ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും അവിടെയും കിട്ടും. പക്ഷേ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാറാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്ര രൂപയെന്ന് പറഞ്ഞാൽ എന്നാലും എൻ്റെ പൈസ ഞാൻ കൂട്ടി വെച്ചൊക്കെയാണ് സെറ്റാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കമൻറ്റ് ഇടുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ഇടുക. വണ്ടിയിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അത് പറ്റുന്ന പോലെ സെറ്റാക്കാം. കാരണം നമ്മൾക്ക് ഒരു ഫാമിലി വല്ലയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ഇടാം, നമുക്ക് സെറ്റാക്കാം. എക്സോസ്റ്റിൻ്റെ കാര്യം ഡീൽ ചെയ്യണമുണ്ട്. എന്ന് വെച്ചാൽ കുറേ വരണുണ്ട്. പക്ഷേ എനിക്ക് എന്തായാലും റെഡ് റൂസ്റ്ററാണ്
താല്പര്യം. അപ്പം ഇപ്പം വെച്ച് കഴിഞ്ഞാൽ പെറ്റി കാര്യങ്ങൾ വരണുണ്ടെന്നും പറയണുണ്ട്. അതുകൊണ്ടാണ് വയ്ക്കാത്തത്. പെറ്റി വരുന്നത് 20,000 10,000 ഒക്കെയാണ്. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ഒരു എക്സോസ്റ്റിൻ്റെ വിലയും കളഞ്ഞിട്ട് പെറ്റി വരുന്നത് ടാസ്ക് അല്ലേ. അതുകൊണ്ടാണ് എക്സോസ്റ്റ് ഒന്നും വയ്ക്കാതെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ എന്താ, ഈ സംഭവങ്ങളൊക്കെ മാറ്റമുണ്ട്. ഇതെന്തോ തന്നിരണം, ഈ സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. വേറെ ഒന്നുമില്ല, വണ്ടി കഴിവണം, ഇങ്ങനെ ഓടണം. അതിപ്പോൾ 2-3 കമൻറ്റ് ഇട്ടായിരുന്നു, ഞാൻ ക്ലച്ച് പിടിക്കാതെ ഗീറിട്ട് പോകുമ്പോൾ MED ഒക്കെ തൂക്കി ലെവലാക്കുമെന്ന്. അപ്പോൾ എന്തായാലും ശരിയാണ്. പിന്നെ വീഡിയോയുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. GoPro ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഇപ്പോൾ എന്തായാലും അത് മാക്സിമം നോക്കണം, അത് ചെയ്യാതിരിക്കും. പിന്നെ അങ്ങനെ ഗിയർ ഇടുമ്പോഴും പ്രശ്നമാണ്. ക്വിക്ക് ഷിഫ്റ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സ്പ്രോക്കറ്റും കാര്യങ്ങളും പല്ലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗിയറിൻ്റെ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ 12,000 രൂപ എന്താകുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇതൊന്നും ട്രൈ ചെയ്യാതിരിക്കട്ടെ, ഞാൻ ചെയ്യണവരെ മണ്ടത്തരങ്ങൾ. അപ്പോൾ അതൊന്ന് പറഞ്ഞു നോക്കൂ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യണം തന്നെ, അല്ലാതെ പോകുമ്പോൾ ക്ലച്ചൊക്കെ അടിച്ച് തന്നെയാണ് പോണത്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ അല്ല, മറ്റേ സ്ലിപ്പർ ക്ലച്ച് ആയതുകൊണ്ട് കുറച്ചൊക്കെ സ്മൂത്തായിട്ട് വീണുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. ഗൈസ്, നമ്മൾ അന്ന് എഞ്ചിൻ പോളിഷ് ചെയ്തുകൊണ്ട് ഇപ്പോഴും ആ ഒരു വൃത്തിയിരിപ്പുണ്ട്. എന്നാലും ഈ ഒരു എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ വീണ്ടും ആ പോളിഷ് ചെയ്ത് ഫുൾ തിളക്കി സെറ്റാക്കി വെക്കാൻ പോവുകയാണ്. കാരണം മഴയൊക്കെ തീരുമ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, ടയർ മാറണം, എല്ലാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതുപോലെയൊക്കെ വണ്ടിയിൽ സെറ്റാക്കാം. ക്രാഷ് ഗാർഡൊക്കെ സെറ്റാക്കി അതൊക്കെ സെറ്റാക്കി. ഈ ലിവർ ഒന്ന് പൊക്കണം, ഈ ലിവർ ഒന്ന് ഹൈറ്റ് കൂട്ടണമല്ലോ. ഓക്കെ, അപ്പോൾ GT വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വയ്ക്കാം, കുഴപ്പമില്ലല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അതൊക്കെയാണ് പരിപാടികൾ. പിന്നെ ഈ സംഭവം ഇവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഞാൻ വാങ്ങിച്ചില്ല, വാങ്ങിച്ചപ്പോഴേ ഉണ്ടായിരുന്ന സാധനം. ഓൺലൈനിലുണ്ട് 1300 രൂപ എന്താണ് സാധനത്തിൻ്റെ വില. നല്ല രസമാണ്, കാരണം കാലും പൊള്ളൂല, അത്യാവശ്യത്തിന് വേണ്ട സാധനമാണ് ഇത്. സേഫാണ്, കാറാ സീനൊന്നുമില്ല, ഉണ്ടോ, കാണാൻ ലുക്കും ഉണ്ട് അത്യാവശ്യം. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് വെച്ചാൽ കൊള്ളാം. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ GTയുടെ ഹാൻഡിൽ സെറ്റ് ആക്കണം. കുറേ ദിവസം കൊണ്ട് വേഗം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാമെന്ന് വെച്ചാണ് ഇന്നൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ അതുപോലെ സെറ്റാക്കി പറഞ്ഞുതരാം. എന്ത് കമൻറ്റ് ഇട്ടാലും ഞാൻ റിപ്ലൈ ചെയ്യും. ചീത്തയൊന്നും വിളിക്കാതിരുന്നാൽ. ഇപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ബൈ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.